ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഒരു അർജൻറ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്യുന്നത്. ഒരുപാട് കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് സാറേ എനിക്ക് സിബിൽ സ്കോർ 720 ഉണ്ട്, 800 ഉണ്ട്, 850 ഉണ്ട്, 900 വരെയുണ്ട്. പക്ഷേ എനിക്ക് ലോൺ എടുക്കുമ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, അത് റിജക്റ്റ് ആകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ലോൺ എടുത്തു, എന്നാൽ ഇത്തവണ കുറച്ച് കൂടുതൽ എമൗണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് അത് റിജക്ഷൻ വരികയാണ്. എന്താണ് കാരണമെന്ന് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ സിവിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഏരിയ പോസിറ്റീവ് ഏരിയ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ല, സെറ്റിൽമെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു പ്രത്യേക ആപ്പ്, ഈ ആപ്പെന്ന് മാത്രമല്ല, ഞാൻ ആപ്പിൻ്റെ പേര് പറയാം. എല്ലാ ആപ്പിലും, അതായത് സാലറി ഇല്ലാതെ കിട്ടുന്ന ആപ്പിലെല്ലാം നിങ്ങൾ ഈ രീതിയിൽ ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ. അത് അല്ലെങ്കിൽ അവർ അപ്പ് ഫ്രണ്ടിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും. ഇതിൽ മാത്രമല്ല, നമ്മൾ ബാങ്കിൽ ഇപ്പോൾ ലോൺ എടുത്താലും, നമ്മൾ NBFCയിൽ പോയി ലോൺ എടുത്താലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ട്, ഇപ്പോൾ കിട്ടും 5 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും, പക്ഷേ അത് റിജക്റ്റ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ബാങ്കുകാർ അതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമുക്കറിയാവുന്ന ആപ്പ് തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു 25 to 30% റിജക്ഷൻ വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഇഷ്യൂ അല്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനിപ്പോൾ ആവശ്യമില്ല. ഇത് സാലറി ഇല്ലാതെ എടുക്കുന്ന ലോണാണ്. സാലറി ഉണ്ടെങ്കിലും ഈ ഇൻഫർമേഷൻ അതേപോലെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആകും. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ക്യാഷ് ലോണും ലെവലപ്പ് ലോണും. ഇതിൽ നിങ്ങൾ ക്യാഷ് ലോൺ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ലെവലപ്പ് ലോണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ലെവലപ്പ് ലോൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലോൺ എമൗണ്ട് കാണിക്കും. 6960 ലെവൽ 7ൽ, ലെവൽ 11ൽ 1 lakh വരെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ദിസ് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കൂട്ടുകയും ലോൺ എമൗണ്ട് കൂട്ടുകയും എത്ര വേണമെന്ന് വെച്ചാൽ ആ ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കൊടുക്കുക. GPS ഓൺ ആക്കണം. ഇവിടെ തൊട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവർക്കത് ഒരു ഓപ്ഷൻ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ഓപ്ഷൻ കാണിച്ചാൽ മതി. എന്തിന് ഇത്രയും ഓപ്ഷൻ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചില ജെനുവിൻ ആൾക്കാർ ചിലപ്പോൾ അവർ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ബിസിനസ്സിനാണെന്ന് പറഞ്ഞ് കൊടുക്കും. ഇത് ബിസിനസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ആകും, 100% റിജക്റ്റ് ആകും. ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് ഹൗസ് റിപ്പയർ, സാലറി ഡിലേ കൊടുക്കണ്ട, എഡ്യൂക്കേഷൻ കൊടുക്കണ്ട, പേഴ്സണൽ എമർജൻസിയും കൊടുക്കണ്ട, വെഡ്ഡിങ് ഇവൻ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ മാക്സിമം നിങ്ങൾ 2 എണ്ണം മാക്സിമം നിങ്ങൾ കൊടുക്കുക, ഹൗസ് റിപ്പയറും വെഡ്ഡിങ് ഈവൻറ്റും. ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഹൗസ് റിപ്പയർ കൊടുക്കാം. ഇനി വാട്ട്സ് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. ഒരു 22 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾക്ക് മാരീഡ് എന്ന് കൊടുക്കാം. മാരീഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, അവർ കുറച്ച് ജെനുവിൻ ആൾക്കാരായിരിക്കും, മാരീഡ് അല്ലേ, ഫാമിലിയായിട്ട് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞവർ ആ ഒരു രീതിയിൽ അവരെടുക്കും. അതിനുശേഷം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങളെ ബാച്ചിലേഴ്സ് തന്നെ കൊടുക്കുക. വേറെ +2 10ാം ക്ലാസ് ഒന്നും തന്നെ കൊടുക്കണ്ട. അവർ ഇതിൻ്റെ പ്രൂഫ് ഒന്നും ചോദിക്കില്ല. ഇനി വാട്ട്സ് യുവർ ഹൗസിംഗ് ടൈപ്പ്, അത് സെൽഫ് ഓൺഡ് തന്നെ കൊടുക്കുക. റെൻറ്റഡ്, പേരൻ്റൽ കൊടുക്കാൻ കുഴപ്പമില്ല, മാക്സിമം നിങ്ങൾ സെൽഫ് ഓൺഡ് തന്നെ കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് എ ജോബ്, അപ്പം നിങ്ങൾക്കിപ്പോൾ ജോബ് ഇല്ലായിരിക്കും, നിങ്ങൾ ഫ്രീലാൻസ് ആയിരിക്കും, ബിസിനസ് ആയിരിക്കാം, നിങ്ങളത് സാലറി തന്നെ കൊടുക്കുക. സ്റ്റുഡൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ റിജക്റ്റ് ആകും. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും മീൻസ് നമ്മൾ കാണിക്കേണ്ടി വരില്ല, കാരണം ഇത് സാലറി ഇല്ലാത്തവർ കൊടുക്കുന്ന ലോണാണ്, സാലറി കൊടുക്കുക. ഇനി വാട്ട്സ് യുവർ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, അത് റെഗുലർ എംപ്ലോയി, കോൺട്രാക്ച്വൽ എംപ്ലോയി, ഫ്രീലാൻസർ. ഇതിൽ റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. നിങ്ങൾ ഒരുപക്ഷെ ഫ്രീലാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ എംപ്ലോയി ആയിരിക്കും, നിങ്ങൾ റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. ഇനി ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ്, നിങ്ങൾ എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് 3 to 5 വർഷം വരെ കൊടുക്കുക. ലെസ് ദാൻ 1 year കൊടുക്കില്ല. ജോബ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞവർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ 3 to 5 years 6 to 10 years നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ ഡോക്യുമെൻറ്റ് ചോദിക്കില്ല. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ പേര് ചോദിക്കും. നിങ്ങൾ നല്ലൊരു കമ്പനീനെ കൊടുക്കുക, ഷോപ്പ് കൊടുക്കരുത് കേട്ടോ. ഷോപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് കളയും. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കമ്പനി ഉണ്ടല്ലോ, വിപ്രോ, ഡെൽ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കൊടുക്കുക, നല്ല കമ്പനി നോക്കി. ഷോപ്പ് എന്നവർ ചുമ്മാ നമ്മളെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മളൊരു 2-3 സബ്സ്ക്രൈബേഴ്സിന് ഈ ഷോപ്പ് എന്ന് കൊടുത്ത് റിജക്റ്റ് ആയിപ്പോയി. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇൻ വിച്ച് ഫീൽഡ് അല്ലെങ്കിൽ ഇൻ വാട്ട് ഫീൽഡ് ഇൻഡസ്ട്രി യു ആവുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഫുഡ് സർവീസ് കൊടുക്കണ്ട, മാനുഫാക്ചറിങ് കൊടുക്കാം, അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻസ് കൊടുക്കാം, IT കൊടുക്കാം, പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കാം, പിന്നെ ഇ-കോമേഴ്സ് കൊടുക്കാം, ഗവൺമെൻറ്, കോൾ സെൻറ്റർ, BPO, മീഡിയ,
എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ IT തന്നെ കൊടുക്കുക. ഇനി എന്താണ് നിങ്ങളുടെ ജോബ്? എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ്, പ്രൊഫഷണൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻറ്റ്, അത് കൊടുക്കരുത്. നിങ്ങൾക്ക് എഞ്ചിനീയർ കൊടുക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് കൊടുക്കാം, എക്സിക്യൂട്ടീവ് കൊടുക്കാം, മാനേജർ കൊടുക്കുക. നിങ്ങളുടെ സാലറി ഒരു 30 താഴെ വരുന്ന സാലറി കൊടുക്കാവുള്ളൂ കേട്ടോ. 30-നും 50-നും ഇടയിൽ പോകരുത്, അത് റിജക്റ്റ് ചെയ്ത് കളയും. ഒരു 20-നും 30-നും ഇടയ്ക്കുള്ള സാലറി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സാലറി ഡേറ്റ് അത് ഇത് കുഴപ്പമില്ല, നിങ്ങൾ 4th 10th ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ 3rd കൊടുത്തു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത്? ഇത് ഒരു കാരണവശാലും ചെക്കോ ക്യാഷോ ഒന്നും കൊടുക്കരുത്, ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും തന്നെ മേടിക്കില്ല. ഇനി നിങ്ങളുടെ ഏത് ലാംഗ്വേജാണ് നിങ്ങൾ പ്രിഫർ എന്ന് ചോദിക്കും. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴുണ്ട്, മലയാളമില്ല. ഞാൻ നോർമലി ഇംഗ്ലീഷിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി കൊടുക്കാം, തമിഴ് അറിയാമെങ്കിൽ തമിഴ് കൊടുക്കാം. ഇനി ഹാവ് യു എക്സ്പീരിയൻസ് ലോൺ ബിഫോർ? നിങ്ങൾ ഏതെങ്കിലും ലോണിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അത് ഞാൻ യെസ് എനിക്ക് അറിയാമെന്ന് പറയും, ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ലോൺ ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇതിങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഇനി എനിക്ക് ആ ലോൺ അടച്ചതിന് ശേഷം മാത്രമേ അടുത്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് കിട്ടിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. എനിക്കിവിടെ 8,000 സംതിങ് ഉണ്ട്. അത് ഞാൻ ഒരു EMI പേ ചെയ്തു ഓഗസ്റ്റ് 9-ാം തീയതി. ഇനി ബാക്കി 2 EMI 2,708, 2,720, ഇങ്ങനെ 2 EMI ഉണ്ട്. ആ 2 EMI കൂടെ പേ ചെയ്താൽ മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു മനസ്സിൽ വെച്ചിരിക്കുക. ഏത് ലോൺ ആപ്പ് ആയിക്കോട്ടെ, സാലറി ഇല്ലാതെ ചോദിക്കുന്ന ആപ്പ് ഇതായിക്കോട്ടെ, അവിടെ നിങ്ങൾ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് അവിടെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും ലോൺ കിട്ടും. സാലറി ഉണ്ട്, അതായത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ സാലറി സ്ലിപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്താലേ പറ്റുള്ളൂ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അവിടെ ചിലപ്പോൾ ഡോക്യുമെൻറ്റ് ചോദിക്കും. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് കോളുകൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ചില ആൾക്കാർ ഹോസ്പിറ്റൽ എമർജൻസി, മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് വേറെ ടൈപ്പാണ്. മെഡിക്കൽ എമർജൻസിയാണ്, അപ്പോൾ രോഗിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെ സാലറി അഡ്വാൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് അവരുടെ കമ്പനി അത്ര സാലറി കൊടുക്കുന്നില്ല, അത്ര ക്ലിയർ അല്ല, ചിലപ്പോൾ 2-3 മാസമൊക്കെ സാലറി ഡിലേ വന്നാൽ അവരങ്ങനെ പേ ചെയ്യുമെന്ന് ചിന്തിക്കും. ആ രീതിയിലൊക്കെ അവർ ചിന്തിച്ച് കളയും. ഓക്കെ, അത് അവരല്ല, ആ ഒരു സിസ്റ്റത്തിൽ അത് അതിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇങ്ങനെ ആരെങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ ഈ രീതിയിൽ ഇനി ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.